സ്വർഗത്തിലോ അതെ സ്വർഗത്തിലോ. ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ 3rd ഡേ ആണ് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിന് മുന്നുള്ള വ്ളോഗുകളും എപ്പിസോഡുകളും നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഷാർപ്പ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പാടിയ പോലെ തന്നെയാണ്, സ്വർഗം തന്നെയാണ് മക്കളെ, സ്വർഗം. ഞാൻ വെറുതെ അല്ല, ആ മൂഡ് തന്നെയായിരുന്നു എനിക്ക്, സ്വർഗത്തിലേ പോലെ തന്നെയായിരുന്നു. അവിടെ മഞ്ഞൊക്കെ പെയ്യുണ്ടായിരുന്നു, കോടയൊക്കെ നിറഞ്ഞിട്ടേ എൻ്റെ തലമുടിയിലൊക്കെ നിറച്ച് സ്നോ ആയിരുന്നു. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താ പറയുക, തണുപ്പുണ്ട് എന്നാൽ നമുക്കങ്ങനെ അത്രയ്ക്കും ഫീൽ ചെയ്യണില്ല, കാരണം നമ്മൾ നല്ല ചൂടിൽ നിന്നാണല്ലോ വന്നത്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. എന്നിട്ട് നമ്മൾ കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേ ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുക്സൈൽ ബീച്ചിലാണ്. നമ്മൾ ഷാർപ്പ് വ്യൂ പോയിൻ്റ് അവിടെ എത്തിയില്ല, പകുതിക്ക് വെച്ചാണ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തിയത്. അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടേക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാലിലെ നല്ല ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ മുക്സൈൽ ബീച്ച്. കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ പതിയെ കാണിക്കാം. അതിന് മുന്നേ നമ്മൾ പോണ വഴിക്ക് ഒരു സംഭവം കണ്ടു, ഹോഴ്സ് റൈഡിങ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്തിരിക്കണമെന്ന്. കുതിരപ്പുറത്ത് ഇരുന്നപ്പോൾ ഒന്ന് സമാധാനമായി, പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതോടൊപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര പാവം കുറേ ആളുകളെ അതിൽ ഇപ്പോൾ എടുത്തോണ്ട്, അതായത് മേല് വെച്ചിട്ട് നടക്കണം. പിന്നെ വയ്യാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ആരാ ഫുഡ് കൊടുക്കണേന്ന്, എങ്ങനെ ഫുഡ് കൊടുക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് കേട്ടോ അൽ മർനീഫ് കേവ് എന്ന് പറയുന്നത്. ഈ സംഭവം എന്ത് വലുതായിരുന്നു എന്നറിയോ? അയ്യോ, നമ്മളൊക്കെ ഉറുമ്പുകളെ പോലെയായിരുന്നു അതിൻ്റെ അടിയിൽ നിന്നപ്പോൾ. പിന്നെ തനു ഇന്നത്തെ ദിവസം ഭയങ്കര ആക്റ്റീവായിരുന്നു, എന്നാലും ഇവിടെ ഒന്നും നിലത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല, തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എടുത്തോണ്ട് നടക്കായിരുന്നു തിരിച്ച് വരണ വരെ. അതുകൂടാണ്ട് നമ്മൾ ഇതിൽ കൂടെ പോണ വഴിയുണ്ടല്ലോ, അവർ ഇത്ര നന്നായിട്ട് അത് ഒരുക്കി വെച്ചേക്കണേന്നറിയോ. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി, വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ അതുമാതിരി നല്ല രസമുണ്ട്. ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇത് മാത്രമല്ല, ഇവിടെ ഒരു എന്താ പറയുക, ബ്ലോ ഹോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് തിരമാലകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ അടിക്കണത്. അപ്പോൾ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ വെള്ളം തെറിപ്പിക്കണത് കണ്ടോ, അവിടെ അറ്റത്ത്. നമ്മൾ അവിടേക്കാണ് പോണത്. അതാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയണത്. അപ്പം ഞാൻ കാണിച്ചു തരാം.
ഇത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയി നല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ അടുത്തത് പോയത് ഐൻ റസാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നല്ല കാം ആൻഡ് പീസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വരികയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഫോഗിയാണ്. വൈകിട്ടാകുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഭയങ്കര ഫോഗിയാണ്. കാലത്ത് വന്നെങ്കിൽ ഇത്തിരി കൂടി ഗ്രീനിഷ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബേർഡ്സിൻ്റെ സൗണ്ട്, ഈ അരുവിയുടെ വെള്ളം പോകുന്ന സൗണ്ട്, അതൊക്കെ കേൾക്കട്ടെ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ടൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഇരുട്ടായിരുന്നു. പോയി കഴിഞ്ഞാലും നമുക്കൊന്നും കാണില്ലായിരുന്നു മര്യാദയ്ക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്ത് ആ ഒരു ടൈമായിട്ട് പോകണം. അവിടുന്ന് ഇനിയും കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. നമ്മൾ അവിടെ ഒന്നും പോയില്ല കേട്ടോ, സമയക്കുറവുണ്ട്. ചേച്ചി എന്താ വാങ്ങാൻ പോണ്? പറ. ചക്കയാ? എവിടെ ചക്ക? എന്നിട്ട് എടുക്ക്, ചക്ക എടുക്ക്, ചക്ക എടുക്ക്. പഴുത്ത ചക്കയാണത്? ചക്ക, പച്ച ചക്കയാണ് വാങ്ങാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ബീച്ചിലേക്ക് പോണ വഴി ഇവിടെ കുറേ മാർക്കറ്റ് കണ്ടു കേട്ടോ, വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളവിടെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഓരോന്ന് ട്രൈ ചെയ്ത് തുടങ്ങി. ചക്ക, മാങ്ങ, പേരക്ക, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഓർഗാനിക് അല്ലേ, അതുകൊണ്ട് നമ്മൾ വാങ്ങി കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തനുവിൻ്റെ ഒരു മുതലാളി ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അര കിലോ 300 രൂപ. ഇപ്പം നമ്മളുള്ളത് ഒരു ബീച്ചിലാണ്, അഡാഹാരിസ് എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. തിരമാലകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകാരണം നമ്മൾ ബീച്ചിൻ്റെ അവിടേക്കൊന്നും പോയില്ല. നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങി. അപ്പോഴാണ് അവിടെ കുഞ്ഞൂട്ടനെ ഒരു ഒമാനി പയ്യൻ, ഒരു ചെറു പയ്യൻ സഹായിക്കണത്. അതിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറാനായിട്ട് അവനെ സഹായിക്കണം. അവൻ ഇങ്ങനെ അവൻ്റെ മേലെ ചവിട്ട്, അവൻ്റെ കാലുമ്മ ചവിട്ട്, എന്നിട്ട് വേണം പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങൾ കാണുന്നത്. അപ്പം അത് കണ്ടിട്ട് തനു പറഞ്ഞു, നോ 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 കുഞ്ഞുട്ട തേറ്റാ പോവണ്ട പോവണ്ട, വീഴും വീഴും എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല മഴയൊക്കെ ആയിരുന്നു. നല്ല മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഭയങ്കര നല്ലൊരു ചാറ്റൽ മഴ, അത് കൊള്ളാൻ തന്നെ നല്ല സുഖമുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോന്നു. ഭക്ഷണമൊക്കെ പാഴ്സൽ ചെയ്ത് നമ്മൾ കഴിച്ചിട്ട് കുറച്ച് നേരം ചില്ലായിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മസ്കറ്റിലുള്ളവർ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ലവ് യു ഓൾ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ലാസ്റ്റ് എപ്പിസോഡാണ്. ബൈ.